ഹായ് ഫ്രണ്ട്സ്, അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം ഇന്ന് നമ്മൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ ആണ് ഗൈസ്. അപ്പം സൺഡേ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. ലോങ് വീഡിയോ ഇടണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ്. പക്ഷേ എനിക്ക് ലോങ് വീഡിയോ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്, ബിക്കോസ് ഓഫ് മൈ വോയിസ്. എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ എന്നുവെച്ചാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും എന്താ പറയുക, റെക്കോർഡ് ചെയ്യുമ്പോഴേ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഒരുമാതിരത്തെ സൗണ്ടാണ്. എനിക്ക് ആ സൗണ്ട് ഇഷ്ടമല്ല. നമ്മൾ നേരിട്ട് കേൾക്കുന്ന സൗണ്ടല്ല, ഈ ഫോണിലൊക്കെ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴൊക്കെ കേൾക്കുന്ന സൗണ്ട്, എനിക്ക് ആ സൗണ്ട് തീരെ ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റെക്കോർഡ് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഷോർട്സിലോട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പം ജസ്റ്റ് ഇടണമെന്നൊരു ആഗ്രഹത്തിലിട്ടതാണ്. എനിക്ക് എത്രത്തോളം ഇന്നത് മനസ്സിലാവും എനിക്കറിയില്ല. സോറി. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ വറക്കാൻ പോവാണ്. അപ്പം ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനകത്ത് നമ്മൾ ഡെയിലി ഇടുന്ന നമ്മൾ ചിക്കൻ വറക്കുമ്പോഴിടുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് നന്നായിട്ട് തിരുമണം അത്. അപ്പോൾ അതിലും ഞാൻ കൂടുതലും ചിക്കൻ എടുക്കുമ്പം അതിൽ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വാട്ടർ കണ്ടൻറ്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് ഡ്രൈ പൊരിക്കും, പക്ഷേ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പ് ഞാൻ അടികൂടിയാൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്. കൊടുക്കത്തൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ മേളിൽ ഇങ്ങനെ സ്ലാബിനെ മണ്ടയ്ക്ക് എത്തിക്കും നിർത്തുമ്പം എപ്പോഴും ആ ഉപ്പ് പാട്ടിൽ കൈയിടും. അങ്ങനൊരു ഇതുണ്ട്. കൊടുക്കത്തൊന്നുമില്ല. അപ്പം അത് ഞാൻ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വേറെ കറിയൊന്നുമില്ല, തലേന്നത്തെ കറിയും ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചിക്കൻ എടുത്ത് വറുത്തതെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കറി വെച്ചായിരുന്നു. അപ്പോൾ അന്നേരത്തേക്ക് വേണ്ടായിരുന്നു. അന്നേരം നമ്മൾ കറി വെച്ചു. സോറി ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് ചിക്കൻ എന്നല്ല, മീനെല്ലാം വറുക്കുന്ന വേറൊരു ഒരു സംഭവം ഉണ്ട് ഈ വറുക്കാൻ വേണ്ടി മാത്രമായിട്ട്. പക്ഷേ ഇത് തോന്നിയുണ്ടായിട്ട് ഞാൻ ഇപ്പോഴും ദോശക്കറിനകത്താണ് വറുക്കുന്നത്. എൻ്റെ അമ്മ എപ്പോഴും വഴക്ക് പറയും ഇങ്ങനെ വറുക്കല്ലെന്നും പറഞ്ഞുകൊണ്ട്. പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പം അതിൽ എണ്ണയൊക്കെ ഒഴിക്കും, പിന്നെ ദോശ ഉണ്ടാകും. പക്ഷേ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, കാരണം അതല്ല എൻ്റെ കയ്യിൽ 3 ടൈപ്പ് ഓഫ് പാനുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ദോശ ഉണ്ടാക്കാറില്ല. അപ്പം അത് ചെറിയ പാനാണ്, എന്നുവെച്ചാൽ അത് വട്ടം ചെറുതാണ്. അതിൽ ഞാൻ കൂടുതലും തോനെയുണ്ടെങ്കിൽ വറുക്കും, കാരണം 2 വട്ടമായിട്ട് വറുത്തെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു ഗൈസ്. കുറച്ച് കൊണ്ട് വെളിയിൽ പോയി. അങ്ങനെ അതിനകത്ത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ഞാൻ കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലല്ലേ ഗൈസ്, അപ്പോൾ നമ്മൾ അത് നോക്കണമല്ലോ. അങ്ങനെ സൺഫ്ലവർ ഓയിൽ അടിച്ചത്. അത് എൻ്റെ മോൻ്റെ എണ്ണയാണ്, ബിക്കോസ് അവന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാം ഞാൻ എണ്ണയ്ക്കകത്താണ്. ഫ്രൈഡ് റൈസ്, മുട്ട ബിരിയാണി, ഈ ചിക്കൻ മേടിക്കുമ്പോൾ 2 പീസ് ഞാൻ മാറ്റി വെക്കും. അപ്പോൾ 2 പീസ് മതി, അവന് മാത്രം ഒരു കുഞ്ഞ് ബിരിയാണി പോലെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് കൂടുതലും ഈ വെജിറ്റബിൾസ് ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എണ്ണയിൽ ബിരിയാണി ഉണ്ടാക്കത്തില്ലല്ലോ, ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ അതൊരു ഇത് ഫ്ലേവർ മുമ്പിൽ നിൽക്കില്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പം 2 ലെഗ് പീസ് കിട്ടി 2 പേർക്കും. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വറുക്കാനായിട്ട് എടുത്തു എല്ലാം വെച്ചോ സെറ്റാക്കി. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇപ്പോൾ വരാവേ. ഞാൻ വന്നിട്ട് എന്താ പറയുമെന്നറിയാമോ? ഞാൻ പറഞ്ഞതേ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് മറിച്ചിടുവാന്നോ അങ്ങനെ മറ്റെന്തോ ഞാൻ പറഞ്ഞു. അയാൾ സേഫാണ്, അയാൾ അവിടെ കയറി ഇരുന്നിട്ടേ ഞാൻ അയാളെ ഇറക്കി. അങ്ങനെ കയറി ഇരിക്കാറില്ല എൻ്റെ ഇടയ്ക്ക്, ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ വന്നിരിക്കും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം റെഡിയായിട്ട് നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്ത് നമ്മളുടെ കൊല്ലംകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ് ബീച്ച്. അപ്പോൾ നമ്മൾ ബീച്ചിലല്ല പോകുന്നത്, ബീച്ച് വഴിയാണ് പോകുന്നത്. അപ്പം ബീച്ചിൻ്റെ വഴിയൊക്കെ ഞാൻ കാണിച്ചത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ വഴിയാണ്, ഇത് കഴിഞ്ഞിട്ടാണ് ബീച്ചിൻ്റെ വഴിയാണ്. അപ്പം ഇത്രയും കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ കൊല്ലത്തെത്തിയില്ലേ ഗൈസ്.
അങ്ങനെ നമ്മളിതാ ബീച്ചിൽ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി നമ്മളെവിടെ എത്തുന്നതെന്ന് അറിയാമോ? ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ ലൈറ്റ് ഹൗസിൽ പോകണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അപ്പം നമ്മൾ ആദ്യം പോയത് അവിടെ ഒരു പാർക്കുണ്ട്. അപ്പം ആ പാർക്കിലാണ് അഗുയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അഗുയ്ക്ക് ഈ സാധനത്തിൽ കയറുന്ന ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഏത് സാധനത്തിലും അയാൾ കയറും. പക്ഷെ നിർബന്ധമില്ല, വാശിയും നിർബന്ധമൊന്നുമില്ല. പക്ഷേ അയാൾക്ക് ഇങ്ങനെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഒരു 1.5 മണിക്കൂർ ഇതിൽ തന്നെയായിരുന്നു. ബാമോനെ എവിടെ നിന്ന് വിട്ടേയില്ല. അയാൾ അവിടെ തന്നെ കളിക്കുന്നത്. പിന്നെ പപ്പ പോയി വിളിച്ചു. ഇതാണ് നമ്മളെ ബീച്ച് റോഡ് കണ്ടോ, ഞങ്ങളുടെ സ്വന്തം കൊല്ലം ബീച്ച്. അങ്ങനെ അപ്പുറത്ത് ഈ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ ഇപ്പോൾ വരുന്നത് എല്ലാം ഈ ബീച്ച് നിറയെ ആൾക്കാരായിരുന്നു. പ്രത്യേകിച്ച് സൺഡേ കൂടെ ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൊല്ലം ബീച്ച് എന്നും എനിക്കൊരു വികാരമാണ്. എനിക്കെന്നല്ല, എല്ലാവർക്കും തന്നെയല്ലേ. അങ്ങനെ ഇവിടെ ഷോ ഓഫ് ഒക്കെ ഉണ്ട്. അതെന്തോന്ന് വെച്ചാൽ മറ്റേ കല്ലിറക്കി ഇട്ടേക്കുന്നില്ലേ, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇവരുടെ പപ്പയാണെന്ന് തന്നെ പുകഴ്ത്തുവാണ്. ഇത് നമ്മുടെ ഹാർബർ. നല്ല ഫ്രഷ് പിടയ്ക്കുന്ന മീൻ വേണം. അത് നമ്മൾ ഓടിച്ചെല്ലേണ്ട സ്ഥലമാണ് ഹാർബറിൻ്റെ അകത്ത് മാത്രമല്ല, ഹാർബറിൻ്റെ പുറത്ത് കുഞ്ഞു ഈ ഷോപ്പുകളും കുഞ്ഞു അവിടെ കട്ടിങ് ഉണ്ട്. നല്ല ഫ്രഷ് മീനൊക്കെ ഇവിടെ നിന്ന് പിടിച്ച് അവർ ലേലത്തിനെടുത്ത് വിൽക്കുന്ന മീനാണ്. അപ്പം അങ്ങനെ കുറേ മീൻ കിട്ടും. ഇത് മാത്രമല്ല, രാത്രി ഈ വീഡിയോ ആരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രാത്രി നൈറ്റ് ഈ ഹാർബറിൽ 2 തട്ടുകടയുണ്ടോ. ഈ രാത്രി പിടിക്കുന്ന ഫ്രഷ് മീനില്ലേ, ഇത് മേടിച്ച് ഫ്രഷായിട്ട് അത് ഫുള്ളായിട്ട് വറുത്ത് കൊടുക്കുന്ന അവിടെ. അത് മാത്രമല്ല, പുട്ട്, ബീഫ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. 12 മണിക്കൊക്കെ ആണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം അതിലൊക്കെ ഇവിടെ വരുന്നെങ്കിൽ ഒന്ന് കയറാൻ ശ്രമിക്കുക. കാരണം സൂപ്പർ ഫുഡാണ്. അത് മാത്രമല്ല ഫ്രഷ് മീനല്ലേ. പിന്നെ പക്ഷേ റേറ്റാണ് കേട്ടോ. അന്നേരം നമ്മൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ പാർക്കാണത്. പാർക്കിലേക്ക് അവിടെ കയറണമെങ്കിൽ നമ്മൾ എൻട്രൻസ് ഫീസ് കൊടുക്കണം. പിന്നെ നമ്മൾ അതിൽ പാർക്ക് ചെയ്യാൻ പൈസ കൊടുക്കണം. അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറി അവിടെ പോകാൻ ലൈറ്റ് ഹൗസിൽ കയറാം. അങ്ങനെ ലൈറ്റ് ഹൗസിലോട്ടും ലിഫ്റ്റ് വഴിയാണ് പോകുന്നത്. കാരണം ബിക്കോസ് കുഞ്ഞില്ലേ, ഒത്തിരി ചുറ്റണ്ടേ. അപ്പോൾ അവിടെ നിന്ന് കണ്ടൊരു അമ്മയാണ് അത്. ആ ചേട്ടൻ നല്ലവണ്ണം കാര്യമൊക്കെ പറഞ്ഞു. മോനായിട്ട് ഭയങ്കര കമ്മിയാണ്. പിന്നെ അവിടെ നിന്ന് വൈകിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറണം. പക്ഷെ അത് കുറച്ചേ ഉള്ളൂ, അത് ചുറ്റും. പിന്നെ കുഞ്ഞു പടിയിട. ദെൻ ഗായ്സ്, അമേസിങ് സൂപ്പർ വ്യൂ ആണ്. കാറ്റും സൂപ്പറാണ് അവിടെ പോയി നിൽക്കാൻ. പക്ഷേ ഞാൻ ഒരു സൈഡിലെ വ്യൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് 2-3 വീഡിയോസ് മിസ്സായി. ഫുള്ളുണ്ടായിരുന്നു. ഒരു സൈഡ് ഇങ്ങനെ കടലാണെങ്കിൽ ഒരു സൈഡ് രസമാണെങ്കിൽ മലകൾ. എൻ്റെ മോൻ പറഞ്ഞ ശബരിമലയാണെന്നത്. അങ്ങനത്തെയുള്ള മലകളൊക്കെ കാണാം. സൂപ്പറാണ്. ഒരു മസ്റ്റ് വിസിറ്റാണ്. ഒരു വട്ടം വരെ ഞങ്ങൾ ഇവിടെ വരണം. സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര സൂപ്പറാണ്. എല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ തന്നെ ഞങ്ങൾ താഴോട്ടിറങ്ങി. ആ സ്റ്റെപ്പിന് തിരിച്ചുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ വന്ന് ഇറങ്ങി താഴോട്ട് പോയി. ഞങ്ങൾ ചെരുപ്പൊക്കെ ഇടാനായിട്ട് പോയി. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി ഒരു ഐസ്ക്രീമും പിന്നെ മോമോസ് പിന്നെ എന്താ കോഫിയൊക്കെ കുടിച്ചായിരുന്നു. പക്ഷെ അത് ഞാൻ എടുത്തില്ല ഗൈസ്. പിന്നെ കിട്ടിയപ്പോൾ ഞാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സ്വന്തം ആശ്രാമം മൈതാനത്തെത്തി. ഇവിടുത്തെ സ്പെഷ്യൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയായിരിക്കും. കാരണം ഒരുപാട് വീഡിയോസിലിപ്പം ഇത് ട്രെൻഡിങ് ആണ്, വാട്ടർഫോൾസ്. അപ്പം അത് കാണാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ എനിക്ക് വീഡിയോ എടുത്തപ്പോൾ തിരിഞ്ഞു പോകാം ഗൈസ്. ഇതല്ല ഫസ്റ്റ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ കയറുമ്പോഴേ DJ
മറ്റേ വാട്ടർഫോൾസാണ് ഫസ്റ്റ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്, പക്ഷേ എനിക്ക് തിരിഞ്ഞു പോയത്. പിന്നെ ഇവിടെ തന്നെ അവിടെ തന്നെ നമുക്ക് പെറ്റ്സിൻ്റെ കഴിഞ്ഞിട്ട്, പെറ്റ്സ് മീൻസ് ഇത് ഇപ്പം ഈ ബേഡ്സ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ പാമ്പുണ്ട്. എല്ലാ ഫസ്റ്റിലും കാണുന്ന കൂട്ട് 100 രൂപ ഫോട്ടോ എടുക്കുന്നതിന് അതുണ്ട്. പിന്നെ മെർമെയ്ഡ് ഉണ്ട്, ഫിഷുണ്ട്. ആ ഒരു ഇതിൽ ഫിഷേ ഉള്ളൂ. പിന്നെ മെർമെയ്ഡാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മെർമെയ്ഡ് ഇരിപ്പുണ്ട്. നമ്മൾ പോയിരുന്ന ഫോട്ടോ എടുക്കണമെങ്കിൽ എത്ര രൂപ, 100 രൂപയോ മറ്റോ കൊടുക്കണം. അങ്ങനെ ഇതാണ് ഗൈസ് ആ കയറി ഇതിൽ കറങ്ങുന്ന സാധനം. അതാണ് ആദ്യം വെട്ടം കണ്ടത്. പിന്നെ വാട്ടർഫോൾസ്, അയ്യോ സൂപ്പറായിരുന്നു ഗൈസ്. ഫസ്റ്റ് ടൈം ആ വാട്ടർഫോൾസ് കാണുന്നത് തന്നെ. പക്ഷെ ഇതല്ല, ഇത് മറ്റേ ഇതാണെങ്കിൽ പോലും സൂപ്പറായിരുന്നു. ഈ വാട്ടർഫോൾസ് ഫസ്റ്റ് കുഞ്ഞായിട്ട് വന്ന് പിന്നെ അതിൻ്റെ ഫോൾസ് ഭയങ്കരമായിട്ട് കൂടുമായിരുന്നു. ഭയങ്കരമായിട്ട് കാരണം കുഞ്ഞുങ്ങളൊക്കെ താഴോട്ട് ഒഴുകി വരുമായിരുന്നു. അപ്പോൾ അതുപോലെ പക്ഷെ നല്ല നൈസ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് വാട്ടർഫോൾസ് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, വേറെ ഒറിജിനൽ. അപ്പോൾ ഇവിടെ പോയി എൻജോയ് ചെയ്യാൻ നല്ല രസമൊക്കെയാണ്, സൂപ്പറാണ്, കിടിലമാണ്, അടിച്ച് പൊളിക്കാം. അതിൻ്റെ കൂടെ തന്നെ DJ ഉണ്ട്. പിന്നെ ഈ ലൈറ്റൊക്കെ കിടിലമാണ് കേട്ടോ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശന്ന് കുടഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ പറയത്തില്ല. കാരണം അവിടുന്ന് തന്നെ മോമോസും എന്തോ ഐസ്ക്രീം, ജ്യൂസ് സംഭവമൊക്കെ കുടിച്ചു. പക്ഷെ നമ്മൾ പുറത്തിറങ്ങിയാൽ എന്ത് കഴിക്കണം? മന്തിക്കുള്ള വെയിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് മന്തി വന്നു, കഴിച്ചു. സോറി ഗൈസ്, വീണ്ടും ഞാൻ ഫുഡ് കണ്ടപ്പോൾ എല്ലാം മറന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് ഞങ്ങൾ അഗു വന്ന് ഗുഡ് നൈറ്റും സീ യു, ടാറ്റ ബൈ ബൈ, സീ യു ഉമ്മ തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാ ലാസ്റ്റ് അവൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സൗണ്ടിൻ്റെ ഇഷ്യൂ ആണ്, ഞാൻ ഇപ്പോഴും പറയാം, സോറി ഗൈസ്. അപ്പോൾ കൂടുതൽ ഞാൻ ഷോർട്സ് ഇടാം.